എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ പച്ച മുടിയുള്ള പെണ്ണും ഷോക്ക് പവറുള്ള ആ ഒരു സ്റ്റുഡന്റിന്റെയും ബാറ്റിലാണ്. ഓഡിയൻസ് വിളിച്ചു പോവും ആ ഷോക്ക് മാനെ, അവനെ കൊന്നു തള്ളു. അതിന് പച്ചപ്പെണ്ണ് അവള് നാണിച്ച് ശാന്തമായിട്ട് പറയും, ഞാൻ ഈ ബാറ്റിൽ ജയിക്കാൻ വന്നതാണ്, ആരെയും കൊല്ലാനല്ല. കാരണം എനിക്കൊരു ലോല മനസ്സാണ്. അവളുടെ അടക്കവും ഒതുക്കവും വിനയവും കുനയവും ഒക്കെ കാണുമ്പോ നമ്മുടെ ഷോക്ക് ചെക്കന് പോലും അവളോട് ഇപ്പൊ ഒരു ക്രഷ് തോന്നും. എന്തൊക്കെയാണെങ്കിലും അവളും ഒരു പെണ്ണല്ലേ. ഈ ഒരു ബാറ്റില് അവളെ അടിച്ചു തോൽപ്പിച്ച് അവളുമായിട്ട് എനിക്ക് പാർക്കിൽ കറങ്ങാൻ പോണം. അതവൻ അവളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് അവന്റെ ഷോക്ക് പവർ എടുത്ത് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. അവൻ ഉടനെ അവന്റെ ഷോക്ക് പവർ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവളുടെ മുടി അതിപ്പോ ഒരുപാട് നീളത്തിൽ നീട്ടിയെടുക്കും. ആ മുടി മുഴുവനായിട്ടും ഇപ്പൊ അവനെ ചുറ്റിപ്പിടിച്ച് അവനെ മടക്കി ലോക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ പെണ്ണ് ഇപ്പൊ ഒറ്റ സെക്കൻഡില് അവനെ തോൽപ്പിച്ചു. അവനാണെങ്കില് ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് വണ്ടടിച്ചിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ പച്ചമുടി പെണ്ണ് അവളൊരു ബി ക്ലാസ്സുകാരിയാണ്. അവള് ജയിച്ചു എന്ന് കണ്ടുടനെ ബി ക്ലാസ്സിലുള്ള വേറൊരു പയ്യൻ അവൻ ബാക്കിയുള്ളവരെ കളിയാക്കാൻ തുടങ്ങും. അത് കണ്ട് വേറൊരു ചെക്കൻ അവന്റെ തലക്കെട്ടൊരു ഇടി കൊടുത്ത് അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകും. ഇവിടെ അനൗൺസ് ചെയ്യുന്ന നമ്മുടെ ചുന്ദരി ടീച്ചർക്ക് പോലും അവളുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടാവും. ഡോറ പെണ്ണും അവളുടെ പെർഫോമൻസ് കണ്ണും തള്ളി ഇപ്പൊ വാച്ച് ചെയ്യാണ്. അപ്പൊ എന്തോ ഒരു കുറുകുറു സൗണ്ട് കേട്ട് അവള് തിരിഞ്ഞു നോക്കും. അപ്പൊ അവള് കാണും നമ്മുടെ ഹീറോ അവൻ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഓരോരുത്തരുടെയും പവർ അതിപ്പോ അവൻ വളരെ കാര്യമായിട്ട് എഴുതുകയാണ്. ആക്ച്വലി നമ്മുടെ അണ്ണന്റെ സ്ഥിരം പരിപാടിയാണ്. അവള് ചോദിക്കും, എങ്ങനെയുണ്ട്, മൊത്തം പവറും ഊറ്റിയെടുത്ത് നീ എഴുതിയോ? അത് കേട്ട് നമ്മുടെ പയ്യൻ ഇപ്പൊ ചമ്മി ഐസാവും. ഡോർ ചോദിക്കും, ഇവളുടെ പെർഫോമൻസ് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അതിന് ഹീറോ പറയും, അവളുടെ മാത്രമല്ല നിന്റെയും അങ്ങനെ എല്ലാവരുടെയും പവറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോ നമ്മുടെ ചുന്ദരിപ്പെണ്ണിന് ഇപ്പൊ നാണം വരും. അടുത്തതായിട്ട് ഇപ്പൊ ഫോർത്ത് ബാറ്റിലാണ്. അത് നമ്മുടെ ലിഡാ പയ്യനും ആ പിങ്കി പെണ്ണുമാണ്. പിങ്കി പെണ്ണിന്റെ കയ്യില് ഓൾറെഡി ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ ലിഡാ പയ്യനും കുറച്ച് ഗാഡ്ജറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരിക. പിങ്കി പെണ്ണും അവളുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ എടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കണ്ണാടി പയ്യൻ ഓടി വന്നും ചാടി വീണും അവളെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൾ സിമ്പിളായിട്ട് എസ്കേപ്പായി അവളുടെ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. ഗാഡ്ജറ്റ്സിന്റെ ഗുണങ്ങള്, അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ, പവർ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവള് വാ തോരാതെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ വിളിച്ചു പറയും. ആക്ച്വലി കണ്ണാടി പയ്യനും ഇപ്പൊ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അത് കൊടുത്തതും ഇവള് തന്നെയാണ്. അവൾ അതിനെക്കുറിച്ചും ഇപ്പൊ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആക്ച്വലി ഈ സ്പോർട്സ് മീറ്റ് കാണാൻ ഒരുപാട് VIPs, ബിസിനസ് മാഗ്നറ്റ്സ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവൾ ആക്ച്വലി അവളുടെ പ്രോഡക്റ്റ് അവരുടെ മുൻപില് അഡ്വർടൈസ് ചെയ്യാണ്. അങ്ങനെ ആർക്കെങ്കിലും അവളുടെ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കൂളായിട്ട് സെയിൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാനാണ് അവളുടെ പ്ലാൻ. അവൾ ലിഡാ പയ്യനെ ഇപ്പൊ ലെഫ്റ്റും റൈറ്റും അങ്ങനെ എല്ലായിടത്തും ഓടിച്ച് അവളുടെ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവനിപ്പോ സ്പീഡിലോടി അറിയാതെ ആ ഒരു ലൈൻ അത് ക്രോസ് ചെയ്യാൻ തുടങ്ങും. ഉടനെ അവള് കൊടുത്ത ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഇപ്പൊ തിരികെ വീണ്ടും പിച്ചിലേക്ക് വരും. ലിഡാ പയ്യൻ അവനിപ്പോ വട്ടം കറങ്ങി തലചുറ്റി താഴെ വീഴും. കറക്റ്റ് സമയത്ത് ഒരു നെറ്റ് ഉപയോഗിച്ച് അവനെ അങ്ങനെ പിടിക്കും. ഈ നെറ്റ് ഒരു സൂപ്പർ നെറ്റാണ്. ഇതുകൊണ്ട് ഇങ്ങനെയും ഒരുപാട് പവർ ഉണ്ട്. അവളുടെ ഡയലോഗ് കേട്ട് ഇപ്പൊ എല്ലാവരും കൈയടിക്കും. അങ്ങനെ വീണ്ടും ഒരുപാട് നേരം അവളുടെ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് സ്റ്റൈലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് വരും. അവൾക്ക് ആക്ച്വലി ആ ഒരു ബാറ്റില് ജയിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. അവളുടെ പ്രൊഡക്ട്സ് അത് ലോകം മുഴുവൻ കണ്ട് അവൾക്ക് ഒരുപാട് സെയിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് അവൾ ഈ മത്സരത്തില് കയറി പറ്റിയത്. അങ്ങനെ ബാറ്റിലിന്റെ അവസാനം ഇപ്പൊ ലിഡാ പയ്യൻ ജയിക്കും. പക്ഷെ അവനാണെങ്കില് ഇപ്പൊ ഒരുപാട് നിരാശയിലാണ്. അവൻ ആഗ്രഹിച്ചൊരു ബാറ്റില് അതവന് നടത്താൻ കഴിഞ്ഞില്ല. കട്ട് ചെയ്ത ഹീറോ ആള് വിട്ടുകൊടുക്കാതെ ഓരോ കാര്യങ്ങള് വീണ്ടും വീണ്ടും എഴുതും. ഡോറയ്ക്കാണെങ്കില് അത് കാണുമ്പോ കുറച്ച് ഇറിറ്റേറ്റഡും ആവും. മാത്രമല്ല അവളുടെ ഫൈറ്റ് അത് ഓൾമോസ്റ്റ് അടുത്തിരിക്കുകയാണ്. അവള് നൈസായിട്ട് ഇപ്പൊ അവിടുന്ന് എഴുന്നേറ്റ് പോവും. അടുത്ത ഫൈറ്റ് നമ്മുടെ പ്രിൻസസിന്റെ ആണ്. ബെല്ല് മുഴങ്ങുമ്പോ ഇപ്പൊ പ്രിൻസസും മീനാ പെണ്ണും അവര് രണ്ടുപേരും ഗോതയിലേക്ക് ചാടി വീണ് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും. പ്രിൻസസ് ഫൈറ്റ് ചെയ്യുക അരയിലുള്ള ആ ഒരു ബെൽറ്റിന്റെ പവറിലാണ്. ആ ഒരു പവർ അത് ഒരുപാട് നേരം ഉപയോഗിച്ച വയറു വേദനിക്കാൻ തുടങ്ങും. ഓൾറെഡി മീന ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നു. മീന
അവള് പ്രിൻസസിനെ ഒരുപാട് കളിപ്പിച്ച് ഓടിപ്പിച്ച് മാക്സിമം ബെൽറ്റിലെ പവർ അത് ഉപയോഗിപ്പിക്കും. ഒടുവില് പ്രിൻസസിന് ഇപ്പൊ വയറുവേദന എടുത്ത് നിലവിളിക്കാൻ തുടങ്ങും. ആ ഗ്യാപ്പിൽ മീന അവള് ചാടി വീണ് പ്രിൻസസിന്റെ ബെൽറ്റിന് തന്നെ ആഞ്ഞിരട്ടി. ആ ഇടിയില് പ്രിൻസസിന്റെ ബെൽറ്റ് തന്നെ ഇപ്പൊ തകർന്നു പോവും. മാത്രമല്ല അവന്റെ വയറുവേദന അത് ഇരട്ടിയായിട്ട് ഇപ്പൊ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. പക്ഷെ മീന അവൾ അപ്പോഴും വിടാൻ തയ്യാറാവില്ല. പ്രിൻസസിന്റെ തൊട്ടടുത്തെത്തി പ്രിൻസസിനെ ചവിട്ടി തെറിപ്പിക്കുന്നതോട് കൂടെ പ്രിൻസസിന്റെ കാറ്റ് പോയി ഇപ്പൊ താഴെ വീഴും. അങ്ങനെ ഈ ഒരു ബാറ്റില് ഇപ്പൊ മീന പെണ്ണ് ജയിച്ചു. അവള് തുള്ളിച്ചാടും. അപ്പൊ മറ്റൊരു ഭാഗത്ത് എല്ല് പൊടിഞ്ഞ് തവിട് പൊടിയായ നമ്മുടെ പ്രിൻസസിനെ സ്ക്രച്ചസില് ബാക്കിയുള്ളവര് ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് പോവും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഹീറോ അവൻ നിർത്താതെ എഴുതാണ് ഓരോരുത്തരുടെയും പവർ. അത് സ്കെച്ച് ചെയ്ത് നമ്മുടെ ചക്കൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കാക്കത്തലേനും മോമോയും അവര് രണ്ടുപേരുമാണ് അടുത്ത ഫൈറ്റ്. ഇവിടെ മോമോയ്ക്ക് മനസ്സിലാവും കാക്കത്തലേന് നല്ല പവർ ഉണ്ട്, അവന് ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ബെല്ലിന്റെ സൗണ്ട് കേട്ടുടൻ ഇപ്പൊ കാക്കത്തലേനാവട്ടെ അവൻ അടിക്കാനായിട്ട് പാഞ്ഞെടുക്കും. ഇവിടെ മോമോയ്ക്ക് അവൾക്ക് അവളുടെ ബോഡിയിൽ നിന്ന് എന്തു വേണമെങ്കിലും പുറത്തെടുക്കാനായിട്ട് കഴിയും. അവൾ എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തെടുത്ത് അവനെ ഇടിക്കാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും അവളെ അറഞ്ചം പൊറഞ്ചം ഇടിച്ച് ദൂരത്തേക്ക് തട്ടിത്തെറിപ്പിക്കും. അവൾക്കാണെങ്കിൽ കലി കയറി ഒരു വാളും പരിചയെടുത്ത് അടിക്കാനായിട്ട് ഓങ്ങി നിൽക്കും. അപ്പൊ കാക്കത്തലേൻ അവൻ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇടാതെ അവളെ നോക്കി നിൽക്കും. അവക്കൊരു സെക്കൻഡ് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. കാക്കത്തലേൻ അവൻ അവളെ നോക്കി ചിരിക്കും. അപ്പോഴായിരിക്കും അവള് താഴേക്ക് നോക്കുക. അവൾ എക്യുപ്മെന്റ് എടുക്കുന്ന ഗ്യാപ്പില് അറിയാതെ അവൾ ആ ലൈൻ ക്രോസ് ചെയ്തു. അങ്ങനെ പെങ്കൊച്ച് അവൾ ഈ ബാറ്റിൽ തോറ്റുപോവാണ്. കാക്കത്തലേൻ അവൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ കാവടി തുള്ളി പുറത്തേക്ക് പോവും. അപ്പോഴായിരിക്കും ഹീറോ അവൻ ഡോറെ അന്വേഷിക്കുക. അവളിപ്പോ അവിടെ അടുത്തൊന്നും കാണില്ല. അപ്പൊ ബോർഡില് ഇപ്പൊ അടുത്തായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ചോപ്പൻ തലേന്റെയും സ്റ്റീൽ തലേന്റെയും പേരും ഫോട്ടോയും വരും. ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്കും ഒരേ പവറാണ്. അടുത്ത വിസിലിന്റെ സൗണ്ട് കേട്ടുടനെ അവർ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് തുടങ്ങും. അപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് വരും. അവിടെ ഇരിക്കുന്ന ഡോറ പെണ്ണിനെ കണ്ട് അവൻ ഒരു സെക്കൻഡ് പേടിച്ചു പോവും. അവള് പറയും, പേടിക്കണ്ട, ഞാൻ ടെൻഷൻ കാരണം കുറച്ച് നെർവസ് ആണ്. കാരണം അവളുടെ ഫൈറ്റ് അത് മറ്റാരുമായിട്ടല്ല, ആ ചപ്രത്തലേനുമായിട്ടാണ്. അപ്പൊ ഹീറോയും അവളെ അന്വേഷിച്ച് ഇപ്പൊ ഡ്രസ്സിംഗ് റൂമിലേക്ക് വരും. കട്ട് ചെയ്ത ഗോതയില് അവര് രണ്ടുപേരും ഇപ്പൊ കട്ടയ്ക്ക് മത്സരിക്കും. അപ്പൊ ഇവിടെ കണ്ണാടി പയ്യൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചപ്രത്തലേൻ അവൻ അവന്റെ ഫുൾ പവറൊന്നും എടുത്ത് നിന്നെ അടിക്കില്ല. നീ ഒരു പെൺകുട്ടിയല്ലേ, അതിന്റെ കൺസിഡറേഷൻ അവൻ ഉറപ്പായിട്ടും തരും. അതിനെ ഹീറോ അടിച്ചു പറയും, ഉറപ്പായിട്ടും ഇല്ല, അവന്റെ മുൻപില് ജയം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ ഫുൾ പവറും എടുത്ത് ഫൈറ്റ് ചെയ്യും. പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവനെ കുറിച്ച് എനിക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതിന് ഡോറ പറയും, വേണ്ട, എനിക്കിങ്ങനെ ഫ്രോഡ് തരമൊന്നും കാണിച്ച് ജയിക്കേണ്ട ആവശ്യമില്ല, എന്താണെങ്കിലും ഞാനിത് ഫേസ് ചെയ്യും, നമുക്ക് ഗോതയിൽ കാണാന്ന് പറഞ്ഞ് അവളിപ്പോ പുറത്തേക്ക് പോവും. അതേസമയം ഇവിടെ നമ്മുടെ രണ്ടാശാമാരും പരസ്പരം ഇടിച്ചിടിച്ച് ഒരു വഴിക്കായിരിക്കുകയാണ്. അവര് രണ്ടുപേരും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ഒട്ടും വയ്യാതെ തളർന്ന് താഴെ വീഴും. അപ്പൊ ചുന്ദരി മാസ്റ്റർ ആള് വിളിച്ചു പറയും, ഇവര് റിക്കവർ ആയതിനു ശേഷം വീണ്ടും ഒരു ഫൈറ്റ് കൂടെ നടത്തി ഇവരിൽ ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അടുത്ത ബാറ്റിലിനായി ഡോറ പെണ്ണും ചപ്രത്തലേനും അവര് രണ്ടുപേരും റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.